എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമുക്ക് നോക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫേസ് ചെയ്തിരുന്ന ഒബ്സ്റ്റക്കിൾസ് ഉണ്ടല്ലോ, അതിപ്പോഴും അങ്ങനെ തന്നെയാണോ അതോ എന്തെങ്കിലും മാറിയിട്ടുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി എന്നൊന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന എന്താ, എനർജി ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഒബ്സ്റ്റക്കിൾസാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഓർക്കുക, അതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കിയൊന്ന് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് വേണ്ടവരെ തീർച്ചയായും കോൺടാക്ട് ചെയ്തോളൂ, ചെയ്തു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ന്യൂട്രലായിട്ട് മാത്രം റീഡിംഗ് കാണുക. ഓക്കെ, ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക കേട്ടോ. റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിന് വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെയും എൻ്റെ വ്യൂവേഴ്സിൻ്റെയും ഇടയിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? ഒബ്സ്റ്റക്കിൾസ് എന്താണ് അവരുടെ റിലേഷൻഷിപ്പിൽ? എന്താണ് ഇപ്പോൾ ഒബ്സ്റ്റക്കിൾസിൻ്റെ സ്ഥിതി എന്ന് കാണിച്ചു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെയും അവരുടെ പേഴ്സൻ്റെയും ഇടയിൽ ഒബ്സ്റ്റക്കിൾസ് എന്തൊക്കെയാണ്, തടസ്സങ്ങൾ എന്താണ് എന്നൊന്ന് കാണിച്ചു തരുവാൻ. ഈ കാർഡ് വരുമ്പോൾ അത് ഡിഫിക്കൽട്ടാണ്. ക്വീൻ ഓഫ് സ്വാർഡ്സ്, ഓക്കെ, 6 ഓഫ് വാൻഡ്സ്, ലവേഴ്സ്, അത് അതിലേറെ ഒബ്സ്റ്റക്കിളാണത്, അതാണ്. ഹെറോഫന്റ്, 10 ഓഫ് പെൻറ്റക്കിൾസ്, 3 ഓഫ് വാൻഡ്സ്, 6 ഓഫ് സ്വാർഡ്സ്, 2 of swords, temperance, 9 of pentacles, star, tower, 10 of swords. Clarify the star, clarify the star, clarify the star. 8 of wands, ഓക്കെ, മനസ്സിലായി. ഓക്കെ, ആദ്യമായിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ഈഗോ ക്ലാഷസ്, ഭയങ്കരമായിട്ട് വാക്കുതർക്കങ്ങൾ, പിണക്കം, രണ്ടുപേരും തമ്മിൽ ബ്ലോക്ക് ചെയ്തിരിക്കുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഓക്കെ, ആ സിറ്റുവേഷനിൽ പെട്ട് ഇരിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും തന്നെ താണു കൊടുക്കാനും തയ്യാറല്ല എന്നുള്ള സ്ഥിതി. അതൊരു മേജർ ഒബ്സ്റ്റക്കിളായിട്ട് അവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നു. നെക്സ്റ്റ് ആക്ഷനിൽ എന്താണ് വരുന്നത് ഡിവൈൻ? നെക്സ്റ്റ് ആക്ഷനിൽ എന്താണ് വരുന്നത്? ഇവരുടെ പിണക്കം മാറുമോ? നെക്സ്റ്റ് ആക്ഷനിൽ എന്താണ് വരുന്നത്? പിണക്കം മാറുമോ? നെക്സ്റ്റ് ആക്ഷൻ നോക്കേണ്ട അവിടെ നോക്കിപ്പോകാം കേട്ടോ. യെസ്, പിണക്കം മാറി അവർ നിങ്ങളുടെ അടുത്തേക്ക് ഒരു സ്പീഡി ആക്ഷനുമായിട്ട് വരും. അവരുടെ ഭാഗത്തു നിന്ന് ഒരു അപ്രോച്ച് ഉണ്ടാകും എന്നാണ് കാണുന്നത് കേട്ടോ. അതേപോലെ രണ്ടാമത്തെ ഒബ്സ്റ്റക്കിളായിട്ട് കാണുന്നത്, നിങ്ങളിൽ കുറേ പേരുടെയെങ്കിലും പേഴ്സൺ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. എന്ന് വെച്ചാൽ ഇവർക്ക് വിവാഹം പോസിബിൾ അല്ല. ഓക്കെ, ഞാൻ ആരെങ്കിലും വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, കാണുന്നത് പറയാതിരിക്കാൻ സാധിക്കില്ല. ഇവർ ഒരു പ്രീസ്റ്റ് ആയിരിക്കാം. ഓക്കെ, ഇവർക്ക് വിവാഹം പോസിബിൾ അല്ല, മനസ്സിലായി. അവരുടെ റിലിജൻ പ്രകാരം അവർ സെലിബസി കീപ്പ് ചെയ്യേണ്ടുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ഒരു വിവാഹം പോസിബിളായിട്ട് വരുന്നില്ല. അതൊരു വലിയ തടസ്സം തന്നെയാണ്. ആ തടസ്സം മാറാൻ ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ നോക്കിയിട്ട് കാര്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് ദൂരെ മാറി നിന്ന് ഇവരെ സ്നേഹിക്കാൻ മാത്രമേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ കേട്ടോ. അവർ നിങ്ങളുടെ അടുത്തേക്ക് ഉള്ള സാഹചര്യം വളരെ കുറവാണ് എന്ന് കാണുന്നു. അടുത്ത സിനാറിയോ എന്ന് പറയുന്നത്, നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മറ്റൊരു സ്ഥലത്ത് കമ്മിറ്റഡ് ആണ്. അവർക്ക് ഓൾറെഡി മറ്റൊരു ലവ് അഫെയർ ഉണ്ട്. അവർ സീരിയസ് ആയിട്ട് മറ്റൊരു പേഴ്സണുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് കാണുന്നു കേട്ടോ. അവിടെ പിരിഞ്ഞാൽ മാത്രമേ, അവിടെ ആ പേഴ്സണൽ ആ കമ്മിറ്റ്മെൻറ്റ് ബ്രേക്ക് ആയാൽ മാത്രമേ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടുന്നുള്ളൂ എന്നുള്ള അവസ്ഥ. ഓക്കെ, അതൊരു മേജർ തടസ്സമായിട്ട് കാണുന്നു. പക്ഷെ നിങ്ങൾക്ക്, അതായത് നിങ്ങളുടേതൊരു വൺ സൈഡഡ് ലവാണ് എന്നർത്ഥം. ഓക്കെ, അതുകൊണ്ട് അതൊരു വലിയ തടസ്സം തന്നെയാണ് അവിടെ. അടുത്ത കേസിൽ
നിങ്ങളുടെ പേഴ്സൺ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഒരു ടീച്ചറായിരിക്കാം, ഒരു പ്രീസ്റ്റായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരു മേജർ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനത്തെ ഡിഫറൻസസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇവരെന്ന് വെച്ചാൽ സൊസൈറ്റി ഓറിയൻറ്റഡ് ആയിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, മാരീഡ് ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ അവിടെ ഉണ്ട് ഈ ഒരു കേസിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത്രയും പ്രോബ്ലംസ് മറികടന്നിട്ട് വേണം നിങ്ങൾക്ക് ആ പേഴ്സൻ്റെ അടുത്തേക്ക് എത്താൻ. സേ ഫോർ എക്സാമ്പിൾ ഇവർ മാരീഡാണ്, അതേപോലെ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ ഡിഫറൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അവർക്കതൊരു വലിയ തടസ്സം തന്നെയാണ് അല്ലേ. അത് മറികടന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു ഹിമാലയൻ ടാസ്ക് തന്നെയാണ് അവർക്ക് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി യാതൊരു ആക്ഷൻ എടുക്കാതെ അവർ നിൽക്കുന്നത്. മറ്റ് ഒരു സ്ഥലത്ത് ഫാമിലി, കുറേ പേർക്കെങ്കിലും ഫാമിലി ഒരു വലിയ തടസ്സമായിട്ട് കാണുന്നു. ഓക്കെ, ഇവർ മാരീഡ് ആണെങ്കിൽ ഇത് ഇവരുടെ സ്പൗസ്, കുട്ടികൾ, അല്ലെങ്കിൽ ഇവരുടെ പാരൻസ്. ഓക്കെ, പാരൻസിന് എതിർപ്പുണ്ടാവുക, ഈ പറഞ്ഞ പോലെ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ ഒക്കെ ഡിഫറൻസസ് പറഞ്ഞിട്ട് അതിലൊരു കടുംപിടുത്തം, അവർ സമ്മതിക്കില്ല എന്ന് തന്നെ പറഞ്ഞ് ഉറച്ചു നിൽക്കുക, അങ്ങനത്തെ സിറ്റുവേഷൻസ് പലരും ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഡിവൈൻ ഫാമിലിയാണ് അവിടെ തടസ്സമെങ്കിൽ, പാരൻസാണ് അവിടെ പ്രശ്നമെങ്കിൽ ഇവർക്ക് അത് തരണം ചെയ്യാൻ സാധിക്കുമോ? പാരൻസിൻ്റെ സമ്മതം കിട്ടാൻ സാധ്യതയുണ്ടോ എന്നൊന്ന് പറഞ്ഞു തരും. യെസ്, ലവേഴ്സ്, തീർച്ചയായും ആ സ്നേഹം വിജയിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ സ്നേഹത്തിന് മുൻതൂക്കം നിങ്ങളുടെ പേഴ്സൺ കൊടുക്കും, അവരുടെ പാരൻസിനെ സമ്മതിപ്പിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. അടുത്ത ഒബ്സ്റ്റക്കിൾ എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ലോങ് ഡിസ്റ്റൻസിലാണ് എന്ന് കാണുന്നു. ഇവർ ഒരു പക്ഷേ ജോലി സംബന്ധമായിട്ട് അവരുടെ ഫാമിലിയോടൊപ്പം ദൂരദേശത്തായിരിക്കാം. ഫാമിലി എന്ന് ഞാൻ പറയുന്നത് ഇവിടെ മാരീഡ് ആണെങ്കിൽ സ്പൗസ്, അല്ലെങ്കിൽ അവരുടെ പാരൻസ്, എന്ത് തന്നെയായാലും ആര് തന്നെയായാലും അവരോടൊത്ത് കുറച്ച് ലോങ് ഡിസ്റ്റൻസിലാണെന്ന് കാണുന്നു. അപ്പോൾ ട്രാവൽ ചെയ്ത് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ തമ്മിൽ കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ വിചാരിക്കുന്നപ്പോൾ കാണുക, സംസാരിക്കുക എന്നുള്ള ഒരു ഫ്രീ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പോസിബിൾ ആവുന്നില്ല. അതൊരു വലിയ തടസ്സം തന്നെയാണ്. ഓക്കെ, ഈ കേസിൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും എന്ത് ആക്ഷൻ ആയിരിക്കും? അവരെ കാണാൻ വരാൻ സാധ്യതയുണ്ടോ? അവരെ കാണാൻ വരാൻ സാധ്യതയുണ്ടോ? ഇതിന് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് തീർച്ചയായും കാണാൻ വരാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മീറ്റിംഗ് എന്നോ ഓഫീസ് മീറ്റിംഗ് എന്നോ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കി, കൂടുതലായും ഓഫീസ് മീറ്റിംഗ് എന്നൊക്കെ ആയിരിക്കും പറയേണ്ടാവുക. ആ ഒരു റീസണൊക്കെ പറഞ്ഞ് ഇവർ നിങ്ങളെ കാണാൻ വരുന്നതായിട്ട് കാണുന്നു കേട്ടോ. ക്ലാരിഫൈ 6 of Swords, clarify 6 of Swords, clarify 6 of Swords. Seven of Swords. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ താൽക്കാലികമായിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു ബ്രേക്ക് എടുത്തിരിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഇവർ എന്തെങ്കിലും കാരണവശാൽ റീസൺസ് അവർ പറഞ്ഞു കാണും, ഇന്ന കാരണം കൊണ്ടാണ് തൽക്കാലം ഒന്ന് മാറി നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ അവർ നിങ്ങളുടെ അടുത്ത് വ്യക്തമാക്കിയിട്ടുണ്ടായിരിക്കും, ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും മാറി നിൽക്കുകയാണ് എന്നുള്ളത്. ഓക്കെ, പക്ഷേ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, തിരിച്ച് വരാം, ചില സിറ്റുവേഷൻസ് ഉണ്ട്, ആ സിറ്റുവേഷൻ മാറിയതിന് ശേഷം തിരിച്ചെത്താം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് ഇവർ നിങ്ങളുടെ റിലേഷനിൽ നിന്നൊരു ബ്രേക്ക് എടുത്തിരിക്കുന്നത്. പക്ഷേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളുടെ വെയർഅബൌട്ട്സ്, നിങ്ങളുടെ കാര്യങ്ങൾ, ഇപ്പോഴത്തെ ഉള്ള അപ്ഡേറ്റ്സ് എന്താണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ആരുടെ കൂടെ നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ അപ്ഡേറ്റ്സ് എന്താണ്, നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടോ, എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്നുള്ളതെല്ലാം ഇവർ ഒളിഞ്ഞു നിന്ന് നോക്കുന്നതായിട്ട്, അന്വേഷിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. പരോക്ഷമായിട്ട്, മനസ്സിലായില്ലേ? ദൂരെ ആണെങ്കിലും ഇവരുടെ സുഹൃത്തുക്കൾ വഴിയോ അല്ല ഓൺലൈൻ മീഡിയാസ് വഴിയോ സോഷ്യൽ മീഡിയാസ് വഴിയോ എങ്ങനെയെങ്കിലുമൊക്കെ ഇവർ നിങ്ങളുടെ കാര്യം ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നു, അപ്ഡേറ്റ്സ് ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നു കേട്ടോ. അടുത്തതായിട്ട് പലരുടെയും പേഴ്സൺ ഏതാണോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് അത് മാത്രം എടുക്കുക കേട്ടോ. നിങ്ങൾക്കൊരു തീരുമാനം പറയാതെ ജഗിൾ ചെയ്തു നിൽക്കുന്നതായിട്ട് കാണുന്നു. അവരുടെ തന്നെ ഡിസിഷൻ എടുക്കാനുള്ള വൈമുഖ്യമാണ് അവിടെ തടസ്സമായിട്ട് വരുന്നത്, മനസ്സിലായോ? ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കുന്നില്ല അവർ. നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്, അവരുടെ ഭാഗത്തു നിന്ന് ഇനി എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്ക് ഉറപ്പില്ല. ഇന്ന് ശരി എന്ന് പറയും, നാളെ കൺഫ്യൂസ്ഡ് ആയിട്ട് പെരുമാറും. ഇന്ന് നല്ല രീതിയിൽ സംസാരിക്കും, നാളെ പെട്ടെന്ന് വേറെ ടോണാവും. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ കൺഫ്യൂഷനാണ്. ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണോ വേണ്ടയോ, ഇവർ കൂടെ നിൽക്കുമോ ഇല്ലേ
കമ്മിറ്റ്മെൻറ്റ് തരുമോ ഇല്ലേ എന്നൊരു ജഗ്ലിങ് നിങ്ങൾ എപ്പോഴും ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഡിവൈൻ ഈ കേസിൽ ജഗ്ലിങ് വരുന്ന കേസിൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവർക്ക് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാൻ ഉള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്നാണ് പറഞ്ഞത്. യെസ്, ഒരു ബാലൻസിലെത്തും, അവരൊരു തീരുമാനത്തിലെത്തും, മാനസികമായിട്ടൊരു ബാലൻസ് കണ്ടെത്തി. എന്തെങ്കിലും ഇൻഡിസിസംനെസ്, എന്തെങ്കിലും തീരുമാനമില്ലായ്മ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഒരു തീരുമാനം, ഒരു ബാലൻസ് അവരുണ്ടാക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. വീണ്ടും ടെമ്പറൻസിൻ്റെ കാർഡാണ് താഴെയും വന്നിരിക്കുന്നത് കേട്ടോ. അവിടെ അത് തന്നെയാണ്, അവർ ഒരു തീരുമാനം അറിയിക്കാതെ നിങ്ങളായിട്ട് ജഗിൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ അവർക്കൊരു ബാലൻസ് കണ്ടെത്താൻ പറ്റും എന്നാണ് കാണുന്നത്. എന്ന് വെച്ചാൽ രണ്ടാലൊരു തീരുമാനം എടുക്കാൻ അവർക്ക് സാധിക്കും, ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കും എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. അവിടെ അടുത്ത ഒബ്സ്റ്റിക്കിളായിട്ട് നമുക്ക് വരുന്നത്, അവർ കുറച്ച് സെൽഫിഷാണ് നിങ്ങളുടെ പേഴ്സൺ. അവർ അവരുടെ കാര്യങ്ങളിൽ, അവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നു, അവരുടെ സേവിങ്സിൽ ഫോക്കസ് ചെയ്യുന്നു, അവർ സ്വതേ ഹാപ്പിയാണ്. നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ റിലേഷന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്നും തീരെ നിങ്ങളൊരു 90% എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു 5% എഫേർട്ടാണ് വരുന്നത്. അത് നിങ്ങൾക്ക് വല്ലാത്തൊരു പരാതി അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇവർ സീരിയസ് ആണോ, സീരിയസ് അല്ലാത്ത രീതിയിൽ, ഒട്ടും സീരിയസ് അല്ലാത്ത രീതിയിൽ അവരവരുടെ ലൈഫിൽ ഹാപ്പിയാണ്. അവർ ഫ്രണ്ട്സിനൊപ്പം പുറത്തു പോകുന്നു, അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നു, അവർ ജോലിയിൽ ശ്രദ്ധിക്കുന്നു, അവർ ഹാപ്പിയാണ് അവിടെ. പക്ഷെ നിങ്ങളിവിടെ സ്ട്രെസ് എടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ ചില സമയത്തെങ്കിലും ആലോചിച്ച് പോവാറുണ്ട്, ഈ റിലേഷൻ വേണോ, ഇതിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന വേർത്താണോ എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ ആലോചിച്ച് പോകുന്ന ഒരു സ്ഥിതി നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് പലരും കേട്ടോ. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ എന്ത് വരും? ഡിവൈൻ 9 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്ത് വരും? അവരൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുമോ എൻ്റെ വ്യൂവേഴ്സിന്? ഒരു വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ? നിങ്ങൾക്ക് സ്ട്രെസ്സാണ്, ഇതേ സിറ്റുവേഷൻ തുടരുമെന്നാണ് കാണുന്നത് കേട്ടോ. ഐം സോറി ടു സേ ദിസ്. നിങ്ങളുടെ പേഴ്സൺ ഇതേ രീതിയിൽ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് കാണുന്നത്. ഓക്കെ, അടുത്ത ഒബ്സ്റ്റേക്കിൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു സോഷ്യൽ മീഡിയ പേഴ്സണാണ്, മനസ്സിലായോ? എന്ന് വെച്ചാൽ റിയലിസ്റ്റിക് അല്ല. നിങ്ങൾ സേ ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റഗ്രാമിലുള്ള ഒരു സെലിബ്രിറ്റി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അതൊരു ഇല്ലൂഷനാണ്, മനസ്സിലായില്ലേ? അയാൾ റിയലായിട്ട് നിങ്ങളോട് സംസാരിക്കുകയോ നിങ്ങൾ ഓൺലൈനിൽ മാത്രമാണ്, അഥവാ നിങ്ങൾ മെസ്സേജസ് അയക്കുന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ മാത്രമാണ്. നിങ്ങൾ റിയാലിറ്റിയിൽ ഇദ്ദേഹം എന്താണ്, ആരാണ് ഒന്നും നിങ്ങൾക്കറിയില്ല. ഓക്കെ, കൂടുതലായും ഒരു പബ്ലിക് ഫിഗറായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആയിരക്കണക്കിന് ഫോളോവേഴ്സുള്ള, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഒരു സെലിബ്രിറ്റി. ഓക്കെ, അദ്ദേഹം അല്ലെങ്കിൽ അവർ ഒരുപാട് ദൂരെയാണ്, റിയാലിറ്റിയിൽ നിന്നും ഒരുപാട് ദൂരെയാണ് അവർ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവരുടെ സോഷ്യൽ മീഡിയ പേജസ് വഴിയായിരിക്കും. അത് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നത് ആരാന്ന് പോലും നിങ്ങൾക്കറിയില്ല. ഓക്കെ, അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു റിലേഷൻ അല്ല അത് അവിടെ ഒരു വലിയ തടസ്സം തന്നെയാണ്. ഇങ്ങനത്തെ അൺറിയലിസ്റ്റിക് റിലേഷൻഷിപ്സിലേക്ക് പോയി ചാടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കുഞ്ഞുങ്ങളോടാണ് ഞാൻ പറയുന്നത്, ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഒരു റിലേഷനിലൊക്കെ പോയി പെടുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, അപ്പുറത്തുള്ളത് ആരാന്ന് നമുക്കറിയില്ല. ഓക്കെ, നിങ്ങൾ ഈ പറഞ്ഞ അല്ലെങ്കിൽ ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി തന്നെയാണോ നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഒരു റിയൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണോ എന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ റിലേഷനിലൊക്കെ പോയി ചാടുമ്പോൾ സൂക്ഷിച്ച് മാത്രം ചെയ്യുക. ഓക്കെ, റിയൽ ആയിട്ടുള്ള റിയലിസ്റ്റിക് വേൾഡിൽ ജീവിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ, പ്രാക്ടിക്കലി വേണം നമ്മൾ കാര്യങ്ങൾ ഡീല് ചെയ്യാൻ കേട്ടോ. അതുപോലെ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ചിലരുടെയെങ്കിലും ഒരു ടോട്ടൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ്. അവർ ഇനി റിലേഷൻ വേണ്ട എന്ന് പറഞ്ഞ് തന്നെ തിരിച്ചു പോയി, വിട്ടുപോയി എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഈ ടോട്ടൽ ടവർ വന്നിരിക്കുന്ന, ടോട്ടൽ സെപ്പറേഷൻ വന്നിരിക്കുന്ന അവിടെ അവരുടെ പേഴ്സൺ തിരിച്ചു വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? ഡിവൈൻ വന്നിരിക്കുന്ന അവിടെ ഇവരുടെ പേഴ്സൺ തിരിച്ചു വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നൊന്ന് പറഞ്ഞിട്ട്. ബ്രേക്കപ്പ് മാറി റീയൂണിയൻ സാധ്യത കുറവാണ്. അവർ വല്ലാതെ ഈഗോ കൈവശം വെച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ.
ഒരു സോറി പറഞ്ഞ് തിരിച്ച് വരുന്ന കാര്യമൊന്നും ഇവർക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല എന്നൊരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നതെന്ന് കാണുന്നു. അത് ബ്രേക്കപ്പ് ആയത് തന്നെയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ഇരിക്കുന്നത്. ഓക്കെ, മറ്റ് ചിലർ റീസെൻ്റായിട്ട് അടുത്ത കാലത്ത് ജോലിപരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ സ്ഥലം മാറി പോവേണ്ടുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. അത് നിങ്ങളെ രണ്ടുപേരെയും ലോങ് ഡിസ്റ്റൻസിൽ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ലോങ് ഡിസ്റ്റൻസിൽ പോയവിടെ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങൾ അത് കാരണം മാനസികമായിട്ട് വിഷമത്തിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നാലോചിച്ച് നിങ്ങൾ വിഷമത്തിലാണ്. ഓക്കെ, ക്ലാരിഫൈ 10 of swords. Clarify 10 of swords. Clarify 10 of swords. ഇവരുടെ ഭാഗത്തു നിന്നും നെക്സ്റ്റ് ആക്ഷൻ ഉണ്ടാകുമോ, മെസ്സേജസ് ഉണ്ടാകുമോ, എന്തായിരിക്കും? പേജ് ഓഫ് വാൻസ്. യെസ്, അവർ അവിടെ ഒന്ന് സെറ്റിലായതിനു ശേഷം അവരുടെ കാര്യങ്ങൾ പ്രോപ്പറായി ഒന്ന് സെറ്റിലായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത്. ടെൻഷൻ അടിക്കേണ്ട. റീസെൻ്റായിട്ട് മാറിപ്പോയതാണെങ്കിൽ അവിടെ സെറ്റിൽ ആവേണ്ടുന്ന ഒരു ചെറിയ ഡിലേ വരുമല്ലോ. ആ ഡിലേ കഴിയുമ്പോൾ അവർ തീർച്ചയായും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിലുള്ള കറൻ്റ്ലി എനിക്ക് കിട്ടിയ ഒബ്സ്റ്റക്കിൾസ്. ഓക്കെ, നമുക്കിന്ന് ഡിവൈൻ ഗൈഡൻസും കൂടെ എടുക്കാം. കുറേ നാളായില്ലേ ഡിവൈൻ ഗൈഡൻസ് എടുത്തിട്ട്. വെയിറ്റ് ചെയ്യണോ, എന്താണ് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കായിട്ടുള്ള ഡിവൈൻ ഗൈഡൻസ്, ഡിവൈൻ ഒരു ഗൈഡൻസ് കൊടുത്തു. വ്യൂവേഴ്സ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? റീകൺസിലിയേഷൻ ആണ് വന്നത്. ഗുഡ്. ന്യൂ ലവ്, ട്രസ്റ്റ്, give your relationship a chance, past life relationship, honeymoon, love yourself first, finances and career, make the effort. Okay, ആദ്യമായിട്ട് യു ഡിസേർവ് ലവ്. ഓക്കെ, നിങ്ങൾ സ്നേഹം അർഹിക്കുന്നു എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ സത്യമായിട്ട് തന്നെയാണ് അത് പറയുന്നത്. അതാണ്, നിങ്ങൾ സ്നേഹിക്കപ്പെടേണ്ട വ്യക്തിയാണ് എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. ഹാർട്ട് കൺവെർസേഷൻസ്, ഹോണസ്റ്റ്ലി ഡിസ്കസ് യുവർ ഫീലിങ്സ് വിത്ത് ഈച്ച് അതർ. മനസ്സ് തുറന്ന് സംസാരിക്കൂ, പരസ്പരം സംസാരിക്കൂ എന്നാണ് പറയുന്നത്. ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും ആവശ്യമുള്ളത് കമ്മ്യൂണിക്കേഷനാണ് അല്ലേ. പരസ്പരം സംസാരിക്കുക എന്നുള്ളതാണ്. അത് എന്ത് തരം റിലേഷൻഷിപ്പ് ആയാലും, ഫ്രണ്ട്ഷിപ്പ് ആയാലും, സ്നേഹമായാലും, ബ്രദർ സിസ്റ്റർ റിലേഷൻ ആയാലും, ലവേഴ്സ് ആയാലും, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയാലും, എല്ലാവിടെയും നമുക്ക് വേണ്ടത് കൺവേഴ്സേഷനാണ്, സംസാരമാണ് കേട്ടോ. ഹൃദയം തുറന്ന് പരസ്പരം സംസാരിക്കുമെന്നാണ് ഡിവൈൻ പറയുന്നത്. റീകൺസിലിയേഷൻ, സംവൺ ഫ്രം യുവർ പാസ്റ്റ് ഇസ് റിട്ടേണിങ് ടു യുവർ ലൈഫ്. നിങ്ങളുടെ എക്സ്, നിങ്ങളെ പിരിഞ്ഞു പോയ ആരോ അല്ലെങ്കിൽ വഴക്കിട്ട് മാറി നിൽക്കുന്ന ആരോ നിങ്ങളെ അന്വേഷിച്ച് വരുന്നുണ്ട് എന്ന് പറയുന്നു. ട്രസ്റ്റ്, ദിസ് സിറ്റുവേഷൻ ഈസ് കോളിംഗ് ഫോർ യു ടു ഹാവ് ഫെയ്ത്ത്. ഭഗവാനെ ഉറച്ചു വിശ്വസിക്കൂ എന്നാണ് പറയുന്നത് കേട്ടോ. സിറ്റുവേഷനെ, നിങ്ങളുടെ പേഴ്സണെ, നിങ്ങളെ തന്നെ ഉറച്ചു വിശ്വസിക്കൂ എന്നാണ് ഡിവൈൻ പറയുന്നത്. ന്യൂ ലവ്, എ ന്യൂ പേഴ്സൺ അസ്റ്റർ യുവർ റൊമാൻറ്റിക് ഫീലിങ്സ്. ചിലരുടെയെങ്കിലും ലൈഫിൽ ഒരു പുതിയ പ്രപ്പോസൽ വരാൻ സാധ്യതയുണ്ട്. മേക്ക് ദ എഫേർട്ട്, ഗ്രേറ്റ് ലവ് ഇസ് വർത്ത് ടേക്കിംഗ് ദ സ്റ്റെപ്സ് യു ആർ ഗൈഡഡ് ടു ടേക്ക്. നിങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട്സ് ഇടണം എന്നാണ് പറയുന്നത്. വൺ സൈഡഡ് എഫേർട്ടായിട്ട് അത് നിൽക്കരുത്. നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ശ്രമിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഫൈനാൻസസ് ആൻഡ് കരിയർ, ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആർ എ ഫാക്ടർ ഇൻ യുവർ ലവ് ലൈഫ് റൈറ്റ് നൗ. അപ്പോൾ ചിലർക്കെങ്കിലും ഫൈനാൻസസ്, ജോലി എല്ലാം ഒരു ഇഷ്യൂ ആണ് അവരുടെ ലൈഫിൽ എന്ന് പറയുന്നു. അതായത് അങ്ങനെയുള്ള ആൾക്കാർ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. യുവർ സെൽഫ് റെസ്പെക്ട് മേക്സ് യു മോർ റൊമാൻറ്റിക്കലി അട്രാക്റ്റീവ്. സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് താണ് കൊടുക്കാം, പക്ഷേ ഒരു പരിധിയിൽ കൂടുതലല്ല കേട്ടോ. ഹണിമൂൺ, എൻജോയ് ദ ബ്ലിസ് ഓഫ് ഹോളിഡേ ടൈം ടുഗദർ. ചിലർക്കെങ്കിലും ഒരു വിവാഹം പോസിബിൾ ആവുന്നുണ്ട്. അവരുടെ ലൈഫിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയുന്നത്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ, യു ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ. നിങ്ങളുടേതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം. നിങ്ങൾക്ക് നേരത്തെ തന്നെ പരസ്പരം അറിയാം എന്ന് പറയുന്നുണ്ട്. ഗിവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ്, വർക്ക് ഓൺ യുവർ പാർട്ട്ണർഷിപ്പ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ
റിട്ടേൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വഴക്ക് മാറ്റി നമുക്ക് സംസാരിച്ച് കാര്യങ്ങൾ ശരിയാക്കാം എന്ന് പറഞ്ഞൊരു അപ്രോച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ശ്രമിക്കൂ എന്നാണ് പറയുന്നത്. വാശി പിടിച്ച് മാറി നിൽക്കണ്ട, ഒരു ശ്രമം നടത്തുന്നതിൽ തെറ്റില്ല എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ്. ഓക്കെ, റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റും ചെയ്യുക കേട്ടോ. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ വേറൊന്നുമില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.